Hey guys, welcome back to my channel. So guys, എല്ലാവരും കുളിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു 10 മിനിറ്റ് ടൈം മതി നമുക്കൊരു അടിപൊളി ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട്. എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി നിർത്തിക്കണം, പൊരിക്കാനായിട്ടല്ല, കുളിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുഖം എങ്ങനെ നമുക്ക് സട്ടിലായിട്ട് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ വരുത്താനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മളത് കാണാൻ പോകുന്നത്. പുതിയ 2 ചെടി മേടിച്ചതാണ് തന്നെ കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീട്ടിലുള്ള 1-2 സാധനങ്ങൾ മാത്രം മതി. 2 സാധനം മാത്രം മതി, 3 സാധനം മാത്രം മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മളിത് കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കുക. ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാൾ മുന്നേ ഞാൻ ചെയ്തിരുന്നു. അതിനെനിക്ക് നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അതിനെ പറ്റിയിട്ട് ഒന്ന് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിനക്ക് ഇവക്കത് മുടി നല്ല മാറ്റമുണ്ട്. എന്നാൽ നമ്മളത് മുടി കോതിയിട്ട് ഒരു 4-5 മുടി അല്ലേ, ഇവിടെ തന്നെ ഞാൻ ഞെട്ടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് 2-3 പ്രാവശ്യം തേക്കേണ്ടി വരും. അപ്പോൾ എന്തായിരുന്നാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമന്റ് ഇടുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു തുടങ്ങാം. കീപ് വാച്ചിങ്. സോ ഗൈസ്, ഇതിലും നമുക്ക് ഫസ്റ്റ് വേണ്ടത് തൈര് തന്നെയാണ്. തൈര് വിട്ടുള്ള കളിയില്ല നമ്മൾ. തൈര് അത്രമാത്രം പിന്നെ ഇതായിട്ടുള്ള സാധനമാണ്. സെയിം തൈരിൽ നോക്കുക, വെള്ളം ഉണ്ടോ നോക്കുക. ഇതിലിപ്പോൾ വെള്ളം ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അത്രയും ഈ തൈര് എത്ര തൈര് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ 2 പേര് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അതിപ്പോൾ കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തോന്നുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ കിടക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത്. ഇനി രണ്ടാമത് വേണ്ടത് എന്താണെന്നറിയാം, പിന്നെ കാപ്പിപ്പൊടി. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് നെസ്കഫയുടെ ഗോൾഡാണ്. നിങ്ങൾക്ക് വീട്ടിൽ മറ്റേ നോർമൽ കാപ്പിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മതി, ധാരാളമാണ്. ഈ ഒരു കാപ്പിപ്പൊടി നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്തതില്ല, നമുക്ക് ഏറ്റവും നന്നായിട്ട് നെസ്കഫെ ക്ലാസിക് പൊടി തന്നെ. ക്ലാസിക് പൊടി തന്നെയാണ്. ക്ലാസിക് പൊടി ഇട്ടാലും മതി, നിങ്ങളുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി ഇട്ടാൽ മതി. എന്നും പറഞ്ഞിട്ട് വീട്ടിൽ അമ്മ കാപ്പി ഇടാൻ വെച്ചേക്കണ സാധനം എടുത്തുകൊണ്ട് വന്ന് ഇട്ടിട്ട് തെറിവിൽ കേട്ടു എന്ന് മാത്രം പറയരുത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരു ബ്രൗണിഷ് ഷേപ്പിലായി വരും. ഇതിന് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുക, 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് അലുത്തുന്നല്ലേ പറയണം, അതിനെ അലിഞ്ഞു ചേരുമെന്ന് പറയില്ല, അതിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നൈസായിട്ട് നല്ലൊരു ക്രീമിഷ് പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തേച്ച് ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വൃത്തിയാക്കിയേക്കുക. അപ്പോൾ മുഖം ഒന്ന് വൃത്തിയായിട്ട് നല്ല വൃത്തിയാണെന്ന് ആദ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിപ്പോൾ എണ്ണ ഇട്ടിട്ട് ഇരുത്തിക്കണം കേട്ടോ. നമ്മൾ 30 ദിവസം എണ്ണ ഇടുന്നത് ചലഞ്ച് ഇട്ടേക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ മുഖം ഒന്ന് ലൈറ്റായിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് വിട്ട് കൊടുക്കുക. ഒന്ന് മസാജ് ചെയ്യാനായിട്ട്. മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് മുഖത്ത് എല്ലായിടത്തും രക്തയോട്ടം ഉണ്ടാവും. ഓക്കെ, അതിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് മസാജായി. ഓക്കെ, ഈ ഒരു മിക്സ്ചർ കൊണ്ടിട്ട് നമുക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഈ കണ്ണിൻ്റെ മുകളിലുള്ള ഈ കറുപ്പ്, ഇപ്പോൾ ഇവിടെ കറുപ്പ് കണക്ക് കാണുന്നുണ്ടോ? അധികം ഇല്ല, അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ മുഖത്ത് ഉള്ള ഹോൾസ് കാര്യങ്ങളൊക്കെ അടയും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുഖം ഒന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ ഫുള്ള് മസാജ് ചെയ്തതിന് ശേഷം മുടി മൊത്തം ഒന്ന് കെട്ടി വെച്ചു, ഒന്ന് ടൈറ്റാക്കി കയറ്റി വെച്ചു. നമ്മുടെ മിക്സ്ചർ ഇതേണ്ട നല്ല ക്രീമിഷ് പരുവത്തിൽ റെഡി ആയിട്ട് സാധനം ഇരിപ്പുണ്ട്. ഇതൊന്നും നോക്കണ്ട, ഡയറക്റ്റ് നമുക്ക് മുഖത്തേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അതിപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടിട്ടും ആൻഡ് തൈരിൻ്റെ ഒരു നോർമൽ ഒരു തണുപ്പുണ്ടാവില്ല, അതും ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ആദ്യം ഒന്ന് മുഖത്ത് എല്ലായിടത്തും ഗൈസ്. അതുപോലെ ഫേസ് പാക്ക് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്
കഴുത്തിലുമൊക്കെ ഇടണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ മുഖം മാത്രം വെളുത്തിരിക്കും. നമുക്കിത് കണ്ണിൻ്റെ താഴെയൊക്കെ തേക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കണ്ണിൻ്റെ പോളയിലും തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളൊരു വാരി ഇങ്ങനെ പൊത്താനല്ല കേട്ടോ. പിന്നെ കോഫി ഇഷ്ടമുള്ളവർക്കാണ് നല്ലതാണ്. കോഫിയുടെ ഒരു നല്ല മണം ഉണ്ടാവും. അതായത് തൈരിന്റെ മണം എന്തായിരുന്നാലും വരത്തില്ല. പിന്നെ നല്ല കോഫിയുടെ മണമായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ അടുത്തോട്ട് വഴി കണ്ടോ, മുഖത്ത് ഏകദേശം എല്ലായിടത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കഴുത്തുൾപ്പെടെ. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ 2 കൈയിലും അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കഴുത്ത് മേപ്പോട്ട് മസാജ് ചെയ്യുക, കവിള് ബാക്കിലോട്ടും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ, അതായത് ഇപ്പം നമ്മൾ കോഫി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു തരി പോലെ കാണും. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലങ്ങ് അബ്സോർബ് ആയി പോകും. അതുവരെ നമ്മൾ തേക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ കണ്ണിൻ്റെ പീലിലൊക്കെ തേച്ചിട്ടുണ്ട്, കാണാം. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ തേക്കുന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കണ്ണിൻ്റെ കറുപ്പ്, പിന്നെ എന്താ പറയുക, മുഖം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയായി നമുക്ക് കിട്ടും. ചെളി പോലെയൊക്കെ ഉണ്ടാവും മൂക്കിൻ്റെ ഇടയിലൊക്കെ. ആ മൂക്കിൻ്റെ ഇടയിലൊക്കെ ചെളി പോലത്തെ ഒക്കെ സംഭവങ്ങളെല്ലാം പോവുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഗൈസ് ഇതിനെ ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചേക്കുക. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയാം. സോ ഗൈസ് വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഉണങ്ങി നന്നായിട്ട് പിടിച്ചില്ലേ? കണ്ടോ. ഇനി നമുക്ക് പ്ലെയിൻ വാട്ടറിൽ, അതായത് വാം വാട്ടറിൽ, തണുപ്പുമല്ല ചൂടുമല്ലാത്ത ഒരു നോർമൽ വാട്ടറിൽ മുഖം വൃത്തിയായിട്ട് കഴുകിയിട്ട് വരിക. ഓക്കെ, എന്നിട്ട് ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി. ഓക്കെ, പോട്ടോ. ഇപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഡിഫറൻസ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാണുന്നുണ്ടോ? കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തോ. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. കത്രീന കൈഫ് ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ചലഞ്ച് കൂടിയായിരുന്നു. ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടായിരുന്ന കത്രീന കൈഫിൻ്റെ ചലഞ്ചാണ്. അപ്പോൾ റെഡിയല്ലേ, നമുക്ക് ചെയ്യല്ലേ? ഓക്കെ, ലെറ്റ്സ് ഡു. സോ ഗൈസ്, നമുക്ക് അതിന് വേണ്ടത്, ഫ്രെയിം വെക്കാനും അറിയില്ല. ഓക്കെ, അതിന് വേണ്ടത് നല്ലൊരു ഐസ് കട്ട എടുക്കുക എന്നുള്ളതാണ്. ഒരെണ്ണം. ഓക്കെ, ഒരെണ്ണമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. കാരണം ഇതിന് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതാണ് മെയിൻ ഒരു സംഭവം. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഐസ് കട്ട എടുക്കുക, ഒരു കോട്ടൺ തുണി എടുക്കുക. ഒരിക്കലും ഐസ് കട്ട നേരിട്ട് മുഖത്ത് വെക്കരുത്. നമ്മളിത് മുഖത്തേക്ക് വെക്കാനായിട്ടാണ് പോകുന്നത്. അത് ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഓക്കെ കഴുത്തിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മുഖത്തുള്ള ഹോൾസ് കാര്യങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും. ആൻഡ് മുഖത്തുള്ള കംപ്ലീറ്റ് ടാനും നമുക്ക് മാറിക്കിട്ടും. ഈ ഐസ് മസാജിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യങ് ആയിട്ടിരിക്കും. ഓക്കെ, അതായത് തൊലി വലിയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ആ വലിയുന്ന സംഭവങ്ങളെല്ലാം ഇതിൽ മാറും. പിന്നെ ഈ മുഖത്തുള്ള ഹോൾസ് ഒക്കെ ഷ്രിങ്ക് ആവും. അതായത് എന്താ പറയണേ, ചെറുതാവും, അടുത്ത് വരും. ഓക്കെ, അത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതൊരു സംഭവമായിരുന്നാലും ഗൈസ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നമ്മളിത് ഇവിടെ ഇങ്ങനെ മാല ഇടുമ്പോഴത്തേക്ക് വരുന്ന കറുപ്പ് കണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യത്തില്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ ഈ കറുപ്പൊക്കെ കംപ്ലീറ്റ് മാറും. ഇത് നമ്മുടെ തൈരും കാപ്പിപ്പൊടി. ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നുകൂടെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പോയി നോക്കിയിട്ട് വന്നേ, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും മുഖത്തെ ഡിഫറൻസ് ഓൾറെഡി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന. ഇത് കഴുത്തിൻ്റെ ഭാഗം വരെ, ഇവിടം വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് മുഖത്തോട്ടും ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ മുഖത്ത് ഞാനിപ്പോൾ വേറൊരു സംഭവം ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗത്ത് മാത്രമേ കവർ ആവുള്ളൂ, ഇവിടെ കവർ ആവത്തില്ല. അപ്പോൾ ഇവിടെയും കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഐസ് ഒരു 5 മിനിറ്റ് മാക്സിമം, അതിന് മേലെ ഇത് പിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ അതിൽ കൂടുതൽ ഇത് പിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട്. സോ ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് എന്നാണെന്നറിയാം, ഞാൻ പിന്നെ ഐസ് കട്ട കുറവായതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം നല്ലൊരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അല്പം വലിപ്പം കൂടിയ ബൗൾ എടുക്കുക. ഓക്കെ, ഇതിപ്പം ഒരു മുഖം ഫുള്ളായിട്ട് കവർ ആവുന്ന രീതിയിലൊരു ബൗൾ എടുക്കുക.
ആ ബൗളിൽ ഇപ്പോൾ ഓൾറെഡി തണുത്ത വെള്ളമാണ് കിടക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചുകൂടി. ഐസ് ക്യൂബ് ഇടണം, വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇതിപ്പോൾ നല്ല തണുപ്പായി. കാരണം മുഖം ഒന്ന് നമുക്ക് അതിനകത്തേക്ക് മുങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നമുക്കിതിനകത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള എല്ലാ ഐസ് ക്യൂബ്സും അതിനകത്തേക്ക് ഇടുക. പതുക്കെ പതുക്കെ ഇടും, വെളിയിൽ പോകില്ല. ഓക്കെ, സോ ഗൈസ് വേണ്ട നല്ല തണുപ്പായി വെള്ളം, നല്ല തണുപ്പ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാമല്ലോ, കണ്ടോ തണുപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മുഖം അങ്ങോട്ട് മുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 5 to 6 seconds നല്ലപോലെ മുക്കുക, എന്നിട്ട് പൊങ്ങുക. അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 times ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐസ് ചലഞ്ച്. ഓക്കെ, റെഡി, ഗോ ഗോ. മുക്ക്. 1 2 3 4 5. പൊങ്ങിക്കോ. അങ്ങനെ എന്നാ ഒരു 2 സെക്കൻഡ് ശ്വാസം എടുത്തു. എങ്ങനെയുണ്ട്? ഫ്രീസ് ആയില്ലേ? പറടി മാറുന്നു. ഓക്കെ, റെഡി, ഹിയർ വി ഗോ. ഇൻ 3 2 1 ഗോ. 1 2 3 4 5. അതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഗൈസ് നമ്മുടെ സ്കിന്ന് ഫ്രഷ് ആയിരിക്കും. ആൻഡ് നമ്മൾ എപ്പോഴും യങ് ആയിട്ടിരിക്കും. ഇപ്പോൾ ചെറുപ്പക്കാരി ആവണമെന്നുണ്ടെങ്കിൽ മുങ്ങിക്കോ. 1 2 3 4 5. നീ ചെയ്തോ, നിർത്തണ്ട. ആ തണുപ്പ് തീർന്നവർ ചെയ്തു. ഗൈസ്, ഇതിൽ ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റോസ് വാട്ടർ. ഞാനിത് കാണിക്കാൻ മറന്നുപോയതാണ്. റോസ് വാട്ടർ കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. റോസ് വാട്ടറിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട, കുഴപ്പമില്ല, പച്ചവെള്ളത്തിൽ മതി. റോസ് വാട്ടർ നമ്മൾ അല്ലാതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് നമുക്ക് നല്ല ഫ്രഷ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. 2 സൈഡിലോട്ട് പറ്റുകയും വേണം കേട്ടോ. ഓക്കെ, മുങ്ങിക്കോ. റൈറ്റ്, വെരി ഗുഡ്. ഇനി ഞാനിത് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് തണുപ്പ് മാറുന്ന വരെ നമ്മളൊന്ന് മുക്കിയെടുക്കുന്നത് റെഡി ആയിരിക്കും. ഓക്കെ, ഇത് ഡെയിലി രാവിലെ ചെയ്യുന്നതോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. സോ ഗൈസ്, പിടിച്ചു നിർത്തി വീഡിയോ എടുക്കണം. നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കണത്? ഓക്കെ, നല്ല സോഫ്റ്റ് ആയില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഗൈസ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു റിസൾട്ട് എന്തായാലും തന്നെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിനിമം ഒരാഴ്ചയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് നല്ല ഡിഫറൻസ് കാണിക്കാൻ പറ്റും. ഞാനിപ്പോൾ വെറും വെട്ടത്തിൽ ഇതേണ്ട വെറും ട്യൂബ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിന്റെ വെട്ടത്തിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഉള്ളിൽ നിന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. നമുക്ക് ഈ തലവേദന, സൈനസിന്റെ ഒക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അത് റെഡി ആയി കിട്ടും. ഇപ്പൊ ഈ കണ്ണിന്റെ താഴത്തെ ഒരു കറുപ്പ് ഒരു ലേശം ഒരു മാറ്റം കാണിക്കുന്നില്ലേ? അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം. ഇനി ഞാനെന്താ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഫ്രഷ് ആയതിനു ഇപ്പൊ തലയിൽ എണ്ണയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു എണ്ണ മയന്ത ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം, കാരണം നമ്മൾ നേരത്തെ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണണം. ഇനി കുളിച്ചിട്ട് കാണാം. ഗൈസ്, എൻ്റെ മുഖം നോക്കണ്ടത് ഇവിടെ കുളിച്ച് റെഡിയായി വന്നിട്ട് ഇത് നോക്കി ഫ്രഷ് ആയില്ലേ? നല്ല ഫ്രഷായി, നല്ല മാറ്റം നമുക്ക് കാണാം. പക്ഷെ ഒരു കണ്ടീഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഡെയിലി ബേസിസിൽ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ഗ്യാരണ്ടീഡ് ആണ്. സോ ഇതെൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് പറയുകയാണ്. കാരണം നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ഐസ് വെച്ചിട്ട് നമ്മൾ പണ്ട് വാപ്പച്ചി ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഐസ് വെച്ചിട്ട് മുഖം കഴുകുന്നത്. അപ്പോൾ നല്ല ഫ്രഷായി വരികയും ചെയ്യും. അപ്പോൾ അതിന്നാണ് ഞാനത് കണ്ടതും. പിന്നെ ഞാനത് സമയം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ തലവേദന വരുമ്പോഴത്തേക്ക് ഞാൻ ഐസ് കട്ടെടുത്ത് വെക്കാറുണ്ട്, ഒന്ന് തലവേദന തണുക്കാനായിട്ടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ശരിക്കും അത് നല്ല സോഫ്റ്റായി അല്ലേ? വെളുത്തില്ലേ? പെട്ടെന്ന് പൗഡർ ഇട്ടാണ് ഒരു തോന്നലൊന്നില്ലേ? അതിൽ ചെറിയൊരു നമ്മുടെ ഈ ഹോൾസ് ഒക്കെ, മുഖത്തുള്ള ഹോൾസ് ഒക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഇനി നമുക്ക് വ്യക്തമായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്കത് പിന്നെ ഡെയിലി ചെയ്യണം. അപ്പൊ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് വേറെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേറെ ഐസ് ക്യൂബ് പാക്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. അത് എന്തൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. യെസ്, കമ്മിങ് ബേബി. സോ അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അന്ന് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, നമുക്ക് മറ്റേ വീഡിയോ വേണ്ടി കാണാം. ടേക്ക് കെയർ ആൻഡ് അസ്സലാം.